ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണയായിട്ട് പൊറോട്ടയും മട്ടണും പൊറോട്ടയും ബീഫും അതുപോലെ തന്നെ പൊറോട്ടയും ചിക്കനൊക്കെ വെച്ചിട്ടാണ് കഴിക്കാറുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പൊറോട്ടയും മാങ്ങയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നല്ലതുപോലെ പഴുത്തിട്ടുള്ള ഒരു വലിയ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ചേർത്തതിന് ശേഷം പകുതി നാരങ്ങയുടെ നീരൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് മാങ്ങ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന പരുവായി വരുന്നവരേക്കൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് മാങ്ങ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 സ്പൂൺ അളവ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മാങ്ങയുടെ കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഒരു 5-6 മിനിറ്റൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും മാങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് ഈ ഒരു കോൺഫ്ലോറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് മാങ്ങ നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയം വരേക്കും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മാങ്ങ ഒന്ന് തിക്കായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം മാങ്ങ ഈ ഒരു പരുവത്തിലൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് പൊറോട്ടയാണ്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് പൊറോട്ടയാണ്. എൻ്റെ ID മലബാർ പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. പൊറോട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് റെഡിമെയ്ഡ് ചപ്പാത്തി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ മൈദ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചൊന്ന് പരത്തി എടുത്താലും മതിയാവും. ഇപ്പം ഞാൻ ഒരു പീസ് പൊറോട്ട രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരു പാക്കറ്റിൽ 5 പൊറോട്ട ഉണ്ടാവും. 5 ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പകുതി പൊറോട്ട ഒരു പീസ് എടുത്തതിന് ശേഷം നമുക്ക് അത് ഇതുപോലെ ഒരു കോൺ ഷേപ്പിലൊന്ന് മടക്കി എടുക്കണം. നമ്മൾ മടക്കി എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സൈഡിലായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. വെള്ളം നനച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിത് പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കും. അതുപോലെ തന്നെ നമുക്കിത് മടക്കി ഒന്ന് ചേർത്തെടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ ചേർന്ന് ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് സൈഡിലായിട്ട് വെള്ളം ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിലൊന്ന് മടക്കിയിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ചേർത്ത് എടുക്കാം. ഇങ്ങനെ നമ്മൾ ഫോർക്ക് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡിസൈൻ പോലെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ചേർന്ന് വരികയും ചെയ്യും. ഇനി നമ്മളിപ്പോൾ ഒരു സൈഡാണ് ഒന്ന് ചേർത്തെടുത്തിട്ടുള്ളത്. ഇനി മറ്റേ സൈഡിൽ നമുക്ക് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയൊന്ന് നിറച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള മാങ്ങയൊന്ന് നിറച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ആ ഒരു ഭാഗം വെള്ളം നനച്ചിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് അടച്ച് എടുക്കാം. ഇപ്പം നമുക്കൊരു സമൂസയുടെയൊക്കെ ആ ഒരു ഷേപ്പിൽ ഒന്ന് ആയി കിട്ടും. ഈ ഒരു രീതിക്ക് വേണം ഒന്ന് ചെയ്ത് എടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പൊറോട്ടയും ഒന്ന് മാങ്ങ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പൊറോട്ട നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള പൊറോട്ട ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയായി വന്നോളും. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 2 സൈഡും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് കളറായി വന്നപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാക്കി എല്ലാ പൊറോട്ടയും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പേ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പൊറോട്ടയും മാങ്ങയും കൂടെ ചേരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.